അലമീൻ കണ്ണാടിയിൽ കുറച്ചു നേരമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണാടിയിലെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞോ സ്ഥാനാർത്ഥി? സുജയ, കണ്ണാടി പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിലാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ സന്ദർശനം നടത്തിയിരുന്നു, ബൂത്തുകളിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം പിരായിരി പഞ്ചായത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗവും, പിന്നെ മാത്തൂർ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗവും വിസിറ്റ് നടത്തിയതിനു ശേഷം, സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ കുറച്ചു നേരമായി കണ്ണാടി പഞ്ചായത്തിലാണ് രാഹുലിൻ്റെ സന്ദർശനം. കണ്ണാടി പഞ്ചായത്തിലെ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. 63, 64, 65, 66 അങ്ങനെ 4 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. വോട്ടർമാരുടെ നീണ്ട നിര ഇവിടെ പ്രകടവുമാണ്. ഇവിടെ ഇപ്പോൾ നേരിട്ടെത്തി വോട്ടർമാരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ഒക്കെ കാണുകയാണ്. പോളിംഗ് ബൂത്തിനകത്ത് കയറി രാഹുൽ ഉദ്യോഗസ്ഥരെയൊക്കെ കാണുന്നൊരു കാഴ്ചയാണ്. കണ്ണാടിയിലൊക്കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് കണ്ണാടി പഞ്ചായത്ത്. അവിടെ പക്ഷേ UDF എന്തോ ഒരു പരാതി രാഹുൽ ഉന്നയിക്കുന്നുണ്ട്. അല്ല ആളുകൾ ഇങ്ങനെ പ്രയാസം പറയുകയാണ്. കാരണം ഇവിടെ രാവിലെ തൊട്ട് ഭയങ്കര താമസമാണ്. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഉദ്യോഗസ്ഥനെ കൂടി ഇട്ടിട്ടും നല്ല തിരക്കാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ എന്താ പറഞ്ഞ ഡിലേക്ക് കാരണമായി? ഉദ്യോഗസ്ഥർ ഡിലേയുടെ കാരണം ഒന്ന് ഈ പ്രക്രിയയുടെ ഒരു പ്രശ്നമുണ്ട്. പ്രക്രിയയുടെ ഒരു പ്രശ്നത്തിൻ്റെ കാര്യമുണ്ട്. ഞാനതൊരു കുറ്റപ്പെടുത്തലിനൊന്നും പോകുന്നില്ല. പക്ഷെ ആളുകൾക്ക് മടുത്തു എന്ന് വെച്ചാൽ ഇത്രയും ഇപ്പോൾ കാത്തുനിന്ന ആളുകൾക്ക് മടുത്തു എന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് 63, 64, 65, 66 4 ബൂത്തുകളാണുള്ളത്. ആ 4 ബൂത്തിലുമായി ഇതുവരെ എത്ര വോട്ടുകൾ പോൾ ചെയ്ത് കഴിഞ്ഞു? ഇനിയും പോൾ ചെയ്യാനായി എത്ര പേർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്? അമീൻ, ഇതിലുള്ള കാരണമാണ് നമ്മളത്. പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. % വോട്ട് ഇവിടെ പോൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പം 672 വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ ബൂത്താണ്. 20 വോട്ട് ഇവിടെയുള്ള ബൂത്താണ്. രാവിലെ 6:30 മണിക്ക് തൊട്ടേ ആളുകൾ എത്തി. അപ്പം തൊട്ടുള്ള ക്യൂ ലൈവായിട്ട് ഇതുപോലെ എത്രയും നേരം വരെ ഉണ്ട്. വോട്ടർമാരുടെ പ്രതികരണം കൊണ്ട് ചോദിച്ചേക്കാം. ചേട്ടാ, എത്ര നേരമായിട്ട് നിൽക്കാൻ ഇവിടെ? 1 മണിക്കൂറായി. 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഈ ക്യൂ പറഞ്ഞ കാലത്ത് തുടങ്ങിയിട്ട് അവിടെ കുറച്ച് ഡിലേ തന്നെ. മെഷീൻ നമ്മൾ ബട്ടൺ അമർത്തിയതിന് ശേഷം ഒരു 10-17 സെക്കൻഡോളം വെയിറ്റ് ചെയ്തിട്ടാണ് പുറത്ത് വരുന്നത്. അതിൻ്റെ ഒരു ഇതാണ്. അതുമാത്രമല്ല, ഓപ്പൺ ഔട്ടും കുറേ ഉണ്ടായിരുന്നു. അവരും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കയറ്റി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഏജായ ആൾക്കാരും വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിലേ കൂടിയാണ് ഈ ഇത്രയും ക്യൂ. 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ആൾക്കാർ. ഇതൊരു നീണ്ട ക്യൂ ആണ്. അല്ലമീൻ, ആ ക്യൂവിന്റെ അങ്ങേയറ്റത്തേക്കൊന്ന് പോകൂ. അല്ലമീൻ, ഇപ്പോൾ നിൽക്കുന്ന ഇടത്തു നിന്ന്, അതായത് ക്യൂവിന്റെ ഇങ്ങേത്തലയിൽ നിന്ന് അങ്ങേത്തല വരെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് കണ്ണാടി പഞ്ചായത്തിലെ ക്യൂ ആണ്. 4 ബൂത്തുകളുള്ള സ്കൂളാണത്. അവിടെയാണ് ഇപ്പോൾ അല്ലമീൻ നിൽക്കുന്നത്. അല്ലമീൻ, നമുക്ക് ആ ദൃശ്യങ്ങളാണ് പ്രധാനം. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാട്ടിക്കൊടുക്കാം. എത്ര വലിയ ക്യൂ ആണ്, എന്താണ് അങ്ങനെ ഒരു മെല്ലപ്പോക്ക് ഉണ്ടാകുന്നത് എന്നതിന്റെ ആ ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. ഇപ്പോൾ അല്ലമീൻ നിൽക്കുന്നത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളാണ്. നോക്കൂ, ആ ക്യൂവിന്റെ നീണ്ട നിര നമുക്ക് കാണാം.